ഹലോ, ദിസ് ഇസ് ജെ. മലയാള സിനിമ സംഘടനയായിട്ടുള്ള അമ്മയ്ക്കുള്ളിൽ വലിയ പൊട്ടലുകളും ചീറ്റലുകളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിരിക്കുകയാണ്. മലയാള സിനിമയിലെ നടനും സംവിധായകനും നിലവിൽ പാലക്കാട് MLA രമേശ് പിഷാരടിയും മലയാള സിനിമയിലെ നടിയും അമ്മയുടെ പ്രസിഡന്റുമായിട്ടുള്ള ശ്വേതാ മേനോനും തമ്മിലുള്ള ഒരു ഫോൺ കോളാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അത് കേട്ടിട്ടില്ലാത്തവർ ജസ്റ്റ് ഈ വോയിസ് ഒന്ന് കേൾക്കുക. അതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നതാണ്. വെരി സാഡ്. ഓക്കെ, ശരി. ഞാൻ ക്രൗൺ പ്ലാസയില്. ക്രൗൺ പ്ലാസ. ഞാനിവിടെ എന്റെ ഹസ്ബൻഡ് ഇന്ന് വൈകുന്നേരം വരും. അപ്പൊ ഞാന് ഇവിടെ വന്നാ. ഹലോ, എന്ത് എന്ത് ഞാനേ നിങ്ങളോട് ക്രൗൺ പ്ലാസ എന്താ പരിപാടി വൈകിട്ട് ഹസ്ബൻഡ് വരുമോ? അല്ല, അതല്ല, ഞാൻ അങ്ങനെയല്ല. ബോംബെന്ന് മൂപ്പര് വരും എന്നാ ഞാൻ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞു, മൂപ്പര് വന്നിട്ടാണോ പരിപാടി? ഓ, ആ പരിപാടി അങ്ങനെയൊന്നുമല്ല. അല്ലേ, ഞാനത് കൂട്ടി വായിക്കാം. നിങ്ങളോട് ചോദിച്ചു എന്താ ഇന്ന് പരിപാടി, വൈകിട്ട് ഹസ്ബൻഡ് വരും. ഞാൻ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയ ഒരു വ്യക്തിയാണ്. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും അറിയാത്ത ഒരു കാര്യം അതാണ്. അല്ല, ഹസ്ബൻഡ് വന്ന് പോട്ടല്ല. യു ജസ്റ്റ് പിഷു, ഐ വാണ്ട് യു പീപ്പിൾ ടു ഗിവ് മീ ദ. ഈ വോയിസിന് ഒരു മറുപടി എന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകരോട് രമേശ് പിഷാരടി പറഞ്ഞത്, കേറ്റുമാരോട്, മല്ലിക ചേച്ചിയോട്, ലക്ഷ്മി പ്രിയയോട്, ഞാൻ ഇവരോടെല്ലാം മണിക്കൂർ കണക്കിന് സംസാരിച്ചു എന്നാണ് ഞാനന്ന് പറഞ്ഞത്. അങ്ങനെ മണിക്കൂർ കണക്കിന് സംസാരിച്ചതിൽ ഒരു ഓഡിയോ ആണ് ഇന്ന് ലീക്ക് എന്നാണ് നിങ്ങളൊക്കെ വാക്ക് ഉപയോഗിക്കുന്നത്. ലീക്കല്ല, റിലീസാണ്. ലീക്കും റിലീസും വ്യത്യാസമുണ്ടല്ലോ. റിലീസാണ്. അതിന്റെ ഓഡിയോ ക്വാളിറ്റിയുടെ വ്യത്യാസം. എന്റെ ഫോൺ ടോണും ബാക്കി ലൈവ് ടോണും കേട്ടാൽ എവിടുന്ന ലീക്കായെന്നൊക്കെ അല്ലെങ്കിൽ റിലീസായെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. എനിക്ക് വ്യക്തിപരമായി, ഞാൻ എൻ്റെ വ്യക്തിപരമല്ല ഈ പ്രശ്നമെന്ന് പറഞ്ഞെങ്കിലും വ്യക്തിപരമായി എനിക്ക് വലിയ സൗഹൃദം ഉണ്ടായിരുന്ന, ഞാനുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്ന ഇനി ഉണ്ടാവുമായിരിക്കും, കാണുന്ന ഒരാളിൽ നിന്നും ആ ഓഡിയോ നമ്മളൊരു രമ്യതയിൽ എത്തിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് വർത്തമാനം പറയുന്ന അനുരഞ്ജന സംസാരങ്ങളുടെ ഓഡിയോ പുറത്തു വിട്ടതിൽ എനിക്കൊരു പേഴ്സണൽ ഇഞ്ചുറി, ഒരു വേദന ഉണ്ട്. അതാണ് എനിക്ക് ആകെ ഇതുമായി ബന്ധപ്പെട്ട് തോന്നിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നല്ലത് വരണമെന്ന് മാത്രമല്ല വിചാരിക്കുന്നത്. നമ്മളെല്ലാവരും ഇതിനകത്തുള്ള എല്ലാവരും ഒന്നിച്ച് നിൽക്കണം, കിടക്കണം എന്നാണ്. ഇപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ടു തരം അഭിപ്രായമുള്ള ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. രമേശ് പിഷാരടിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും ശ്വേതാ മേനോനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും. കാരണം പൊതുജനം പലവിധം എന്നാണല്ലോ പറയുന്നത്. ഇതിൽ ബീന ആന്റണിയുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ശ്വേതയും പിഷാരടിയും തമ്മിലുള്ള, പിഷാരടി ഈ ഒരു പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ നിന്ന ആളാണ്. ഇപ്പൊ നല്ലൊരു പൊസിഷനിൽ ഏറ്റവും നല്ല എന്താ പറയാ ജനപിന്തുണയോടെ ഒരു MLA ആയിട്ട് വന്ന ആളാണ് പിഷാരടി. ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനമുണ്ട് പിഷാരടിയുടെ കാര്യത്തിൽ. ആ പിഷാരടി നമ്മുടെ ഈ അമ്മയുടെ ക്രൈസിസിൽ ഹെൽപ്പ് ചെയ്യാൻ വന്ന ഒരാളാണ്. ആ ആള് ശ്വേതയോട് ഏറ്റവും അടുപ്പമുള്ള രണ്ട് സുഹൃത്തുക്കളാണ് അവർ തമ്മിലുള്ള സംസാരം ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് പിഷാരടിയെ പോലെ ഇത്ര ഇതിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ ഇതുപോലെ വേദനിപ്പിച്ചതിലും ഇതുപോലെ മോശമാക്കിയതിലും ഞാൻ എന്റെ ദുഃഖം രേഖപ്പെടുത്താണ്. അത് വളരെ മോശമായി പോയി എന്ന് തന്നെ ഞാൻ പറയണം. ഒരിക്കലും വളരെ വലിയ വിശ്വാസവഞ്ചനയാണ് ശ്വേതയെ കാണിച്ചിരിക്കുന്നത്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം അവര് തമ്മിൽ എത്രയോ ആത്മബന്ധമുള്ള ആൾക്കാരാണ്. പിഷാരടി ജയിച്ചപ്പോ പിഷാരടി ഉമ്മ വയ്ക്കുന്ന ഒരു ഇതാണ് പുറത്തുവിട്ട് ആ ഒരു സന്തോഷം പ്രകടിപ്പിച്ചത്. അത്രയും അവർ ആത്മബന്ധമുള്ള ആൾക്കാരാണ് അവരൊക്കെ. ആ ഒരു ഇതെടുത്ത് പുറത്തിട്ടപ്പോ ശ്വേത ഒരു കാര്യം ആലോചിക്കണ്ടേ, ആ മനുഷ്യനെ അത് എത്രമാത്രം ബാധിക്കും. ഇത്രയും പൊളിറ്റിക്കലി ഇത്രയും വലിയൊരു ഇമേജിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ എന്തുമാത്രം മോശം രീതിയിലാണ് ഇപ്പോ മറ്റുള്ള പാർട്ടിയിലുള്ളവരും ആൾക്കാരും പറയുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് ഒരിക്കലും പിഷാരടിയെ ആക്കാൻ പാടില്ലായിരുന്നു ശ്വേത. ഞാൻ അതിൽ ശക്തമായിട്ട് ശ്വേതയോട് പ്രതിഷേധിക്കുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പഴയ കുറച്ച് വീഡിയോസ് എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത് ഈ ശ്വേതാ മേനോനും രമേശ് പിഷാരടിയും തമ്മിൽ നല്ല ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. അവർ രണ്ടുപേരും നല്ല സൗഹൃദം കീപ്പ് ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. പക്ഷേ ഇതിനുള്ളിൽ ഒരു രാഷ്ട്രീയ അജണ്ട എവിടെയെല്ലാമോ ഫീൽ ചെയ്യുന്നു. കാരണം ഞാൻ ആദ്യം കേൾപ്പിച്ച വോയിസാണ് മിക്കവരും എടുത്ത് പ്രൊമോട്ട് ചെയ്തത്. ആ ഒരു വോയിസ് കേൾക്കുന്നവർക്ക് പിഷാരടി വലിയൊരു തെറ്റുകാരനായിട്ട് ഫീൽ ചെയ്യും.
അദ്ദേഹം ഒരു പ്രത്യേക രീതിയിൽ ഒരു പ്രത്യേക മോഡുലേഷനിൽ സംസാരിക്കുന്ന ഭാഗങ്ങൾ മാത്രമാണ് പലരും എടുത്ത് പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷെ അതിനുശേഷം അദ്ദേഹം സംസാരിച്ച പല വോയിസുകളും പലയിടത്തും ആരും പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. ഇവിടെ രമേശ് പിഷാരടി ഒരു നടൻ മാത്രമായിരുന്നെങ്കിൽ ഈ വോയിസ് ചിലപ്പോൾ ഇത്രത്തോളം വിവാദത്തിലോട്ട് ചെന്നെത്തുമായിരുന്നില്ല, ഇത്രത്തോളം ആളുകൾ അത് പ്രൊമോട്ട് ചെയ്തില്ലായിരുന്നു. പക്ഷെ അദ്ദേഹം ഒരു ഭരണപക്ഷ MLA ആയതുകൊണ്ടാണ് ഇവിടെ ഒരു രാഷ്ട്രീയ താല്പര്യം എവിടെയൊക്കെയോ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഇവിടെ പല പാർട്ടിക്കാരും ആ വോയിസ് എടുത്ത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുമുണ്ട്. ഇനി അതല്ല, അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ, അദ്ദേഹം ശ്വേതാ മേനോട് തെറ്റായ രീതിയിലാണ് സംസാരിച്ചെങ്കിൽ ഞാൻ 100% പറയുന്നു, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. കാരണം തെറ്റുകാരൻ തന്നെയാണ്. അതല്ല, അദ്ദേഹം ഒരു സൗഹൃദത്തിന്റെ പേരിലാണ് സംസാരിച്ചെങ്കിൽ അത് നമുക്ക് വരും ദിവസങ്ങൾ നമുക്ക് എന്താണെന്ന് മനസ്സിലാവും. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരും വലുതായിട്ട് പ്രൊമോട്ട് ചെയ്യാത്ത ഇവർ രണ്ടുപേരുടെയും, ഈ ശ്വേതാ മേനോന്റെയും രമേശ് പിഷാരടിയും മറ്റുള്ള വോയിസുകളും അതിനുശേഷം സംസാരിച്ച വോയിസ് കൂടെ ഞാനിവിടെ ആഡ് ചെയ്യുന്നു. ഒന്ന് കേട്ടു നോക്കുക. പിന്നെ എവിടുന്നാണ് ഈ BJPന്റെ ഒരു ഇത്? സത്യം പറഞ്ഞ ആദ്യമായിട്ട് നിങ്ങൾ എന്നോട് ആ ദിവസം നമ്മളുടെ തിരുവല്ല പ്രോഗ്രാമിൽ പറഞ്ഞപ്പോ ഓർമ്മല്ലേ നിങ്ങൾ പറഞ്ഞത്? അന്ന് ഞാൻ പറഞ്ഞതാണ്, പിഷു ഞാൻ BJP ഒന്നും അല്ല, ഇത് എവിടുന്നാണ് ഈ BJP വന്ന്? ഇപ്പൊ ഞാൻ പറയാ കോൺഗ്രസിലെങ്കിൽ എന്നെ മിനിസ്റ്റർ ബാബുരാജിനോട് ഞാൻ ചോദിച്ചു ഇത്. ഞാൻ ബാബുരാജിനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് അവര് BJPക്ക് ആളെ കൊടുക്കുന്നു എന്ന് പറഞ്ഞത്? ഇപ്പൊ ബാബുരാജ് എന്നോട് പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചു, അങ്ങനെ പറഞ്ഞിട്ടോ? എന്റെ വീഡിയോ അയച്ചുതരാം. അങ്ങനെ ആരോപണമുണ്ടല്ലോ ആണ് ഞാൻ പറഞ്ഞത്. ഞാൻ 1 കോടി എടുത്തിട്ടുണ്ട് കാൻഡിഡേറ്റ്സ് കൊടുക്കാൻ വേണ്ടി എന്ന് നിങ്ങൾക്കെതിരെ ആരോപണം ഉണ്ടെന്ന് പുള്ളി പറയുന്നത്. ആരോപണം പറഞ്ഞാൽ എന്ത് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കാര്യം പറയണമെങ്കിൽ പൊതുവേദിയിൽ അങ്ങനെ പറയണമെങ്കിൽ അത് പ്രൂഫ് ഇല്ലാതെ, ഞാൻ അതാ പറഞ്ഞ ഐ വിൽ സീ യു ഇൻ ദ കോർട്ട്. ഞാൻ പറഞ്ഞ അന്ന് ഞാൻ ജനറൽ ബോഡി ആരോപണം പറയാൻ പ്രൂഫ് വേണ്ട. നമ്മുടെ ലോയിൽ ആരോപണം പറയാൻ പ്രൂഫ് വേണ്ട. നോ പക്ഷെ ആള് എന്നെ പേഴ്സണലി പറയണതും പൊതുവേദിയിലും പറയണതും, പൊതുവേദിയിൽ പറയാനും പ്രൂഫ് വേണ്ട. ഓക്കെ ഫൈൻ. അല്ലെങ്കിൽ ഇപ്പോ വിഴിഞ്ഞം തുറമുഖത്തിൽ ഉമ്മൻചാണ്ടിക്ക് 6000 കോടിയുടെ അഴിമതി ഉണ്ട് എന്ന് പിണറായി വിജയൻ പറഞ്ഞു. അതുമായിട്ട് പത്രസമ്മേളനം വിളിച്ച് പറയാണ്. ഇതൊരു ആരോപണമാണ്. ആരോപണത്തിന് പ്രൂഫ് വേണ്ട. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇത് ഉമ്മൻചാണ്ടി 6000 കോടി പറ്റിച്ചു, മറ്റേത് നമ്മൾ എന്ത് സാധനം ചെയ്താലും അവര് മുഴുവൻ അഴിമതിയാണ്, പൊളിറ്റിക്സിൽ അങ്ങനെ പറയുമല്ലോ. അപ്പൊ ആ നിയമം വെച്ചിട്ട് നമ്മൾക്ക് ഒരാൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കാൻ പ്രൂഫ് വേണ്ട. ആരോപണം തെളിയിക്കാനാണ് പ്രൂഫ് വേണ്ടത്. നിങ്ങൾ തെളിയിച്ചോ, ഞാൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ തെളിയിച്ചോളൂ. അല്ല, അത് ഞാൻ പറഞ്ഞു ഐ സീ യു ഇൻ ദ കോർട്ട്. അതന്നെ ഞാൻ പറഞ്ഞു, തെളിയിച്ചോട്ടെ, ആള് തെളിയിക്കട്ടെ. അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ബാബുരാജന്റെ വാദം, ബാബുരാജനോട് പറഞ്ഞു എനിക്കെതിരെ ഒന്നുമില്ല, ഞാൻ ആരോപണം പറഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞ് മൂപ്പര് ടിനി ടോമിനോട് പറഞ്ഞു, ഇത് ശ്വേതാ മേനനല്ല നമ്മളുടെ ഉന്നമായിരുന്നത്, നമ്മളുടെ ഉന്നമായിരുന്നു കുക്കു. എവിടെങ്കിലും കുക്കു എന്ന വ്യക്തിനെ ഇവരാരെങ്കിലും, ഐ ഡൗട്ട് ആൻഡ് ഐ seriously believe that she was part of the crime to sabotage our committee. അത് ഞാനല്ല, ജോയേട്ടനോട് ചോദിച്ചോളൂ, ഏത് നമ്മളുടെ കമ്മിറ്റി മെമ്പേഴ്സിനോട് തന്നെ ചോദിച്ചോളൂ. ടുഡേ ഐ എം ടെലിംഗ്, ഞാൻ വിചാരിച്ച പോലെ ഒന്നും പെർഫോം ചെയ്യാത്ത ഒരാളാണ്. അല്ല, അത് പെർഫോമൻസ് അല്ല ഞാൻ പറഞ്ഞു. ഞാൻ ഒരു കാര്യത്തിലും പുള്ളി ഇടപെട്ടില്ല സാർ. അയാൾ എല്ലാ കാര്യത്തിലും ഇപ്പൊ ഞാൻ പറയുന്ന ധീരനായ ഒരാളാണെന്ന് ഞാൻ വിചാരിച്ചു. അല്ല, ആ ദിവസം സ്റ്റേജിൽ പറഞ്ഞല്ലോ ദാറ്റ് നമ്മുടെ ട്രഷറർ അബ്സ്കോണ്ടർ, നമ്മുടെ ജനറൽ ബോഡി വീഡിയോസ് എങ്ങനത്തെ വാക്കുകൾ പറഞ്ഞു എന്ന്. ഒരു സ്ത്രീ തനിച്ചൊരു സ്റ്റേജിൽ 6-7 മണിക്കൂർ ഈ മറ്റേ നമ്മളെ അശ്ലീല വാക്കുകൾ ബാബുരാജ്, ഇടവേള ബാബുവും സിദ്ദിഖയും മറ്റേ സുരേഷ് കൃഷ്ണയും മറ്റേ സാദിക്ക, പിന്നെ ഞാൻ പറഞ്ഞുതരാം അപ്പാഹാജ, പിന്നെ മജീദ് ക, പിന്നെ ആരാണ് മാല പാർവതി, മായ വിശ്വനാഥ്, എല്ലാരും പറയണ കാര്യങ്ങളെല്ലാം അത്ര ക്ലിയർ ആയ ഓഡിയോസും വീഡിയോസും ഉണ്ട് എന്റെ അടുത്ത്. അവർ എന്ത് പറയും അറിയാമോ? നിങ്ങൾ ആദ്യം പറയും ഞങ്ങൾക്ക് കണക്ക് അവതരിപ്പിച്ചില്ല, ഞങ്ങൾ സ്റ്റാർട്ടിങ് അല്ലല്ല മീറ്റിംഗ് തുടങ്ങണേന് മുമ്പെന്നെ ബാബുരാജേട്ടൻ തുടങ്ങി. മീറ്റിംഗ് തുടങ്ങണേന് മുമ്പേ അതൊന്ന് ഞാൻ പറഞ്ഞു ഹലോ നമസ്കാരം എന്ന് പറഞ്ഞപ്പോ അതൊക്കെ ഒന്നുമില്ല, ഇത് ആവശ്യമായത് നമുക്ക് ഇതിനൊന്നും നമ്മള് ജനറൽ ബോഡി അംഗീകരിക്കൂല. ആദ്യം തന്നെ തുടങ്ങി. പിന്നെ ബാബുരാജേട്ടന്റെ ഓരോ വാക്കുകള്
സിദ്ദിഖാന്റെ ഓരോരോ വാക്കുകള് വിഷു വേറെ ഏത് സ്ത്രീ ആണെങ്കിലും മനസ്സിലായോ അത്ര നേരം നിൽക്കൂല. എനിക്ക് തൊലിക്കട്ടിയൊന്നുമില്ല. പക്ഷെ ഞാൻ എന്റെ കമ്മിറ്റീന് വേണ്ടിയിട്ട് അവിടെ നിന്നത് അമ്മ അസോസിയേഷൻ എന്ന് നമ്മളല്ലേ കുറച്ച് ആൾക്കാർ, ഇതൊന്നും അറിയാത്ത ആൾക്കാരാണ്. എത്ര മെമ്പേഴ്സ് എന്നെ വിളിച്ചു അറിയോ? ഞാൻ ഈ ടിനിക്ക് വേണ്ടി അൻസിബയോടും ടിനിയുടെ വക്കീലിനോടും ടിനിയോടും സംസാരിച്ച സമയം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ജീവിതം നന്നായേനെ. അപ്പൊ ഞാനൊരു ഉദാഹരണം പറയാണ്. അൻസിബയും ടിനിയും തമ്മിലുള്ള വഴക്കിൽ ബാക്കി എല്ലാ കേസും അൻസിബ ഫൈറ്റ് കേസ്. എന്നിട്ട് ഈ ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞു എന്നൊരൊറ്റ കാര്യം കൊണ്ട് അൻസിബ ഫയൽ ചെയ്തില്ല. അവസാനം നാളെ കോടതിയിൽ ഹാജരാകണമെന്ന ദിവസമായി വക്കീല്. കേൾക്കുന്നുണ്ടോ? അങ്ങനെ വക്കീലിന്റെ ദിവസം ഞാൻ അൻസിബയുടെ വക്കീലിനെ വിളിച്ചു. പറഞ്ഞോന്നറിയില്ല. അൻസിബയുടെ വക്കീലിനെ വിളിച്ച് സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇതൊരു ഓവർ ഹിയറിംഗ് കേസാണല്ലോ, നാളെ ഒരു 4 കൊല്ലം കഴിഞ്ഞിട്ട് ടിനി ടോം ഇങ്ങനെ ടിനി ടോമിനെതിരെ തെളിവില്ല എന്നും പറഞ്ഞ് ടിനി ടോമിനെ വെറുതെ വിട്ടാൽ അന്ന് ഈ അൻസിബ 4 കൊല്ലം ചോദിച്ചു. ഇയാളൊറ്റ ഷൗട്ട് ചെയ്തു, നിങ്ങൾ 4 കൊല്ലം കഴിഞ്ഞാൽ ഞാൻ ഈ കേസ് തോറ്റു പോകുമ്പോൾ നിങ്ങൾ എന്ത് ന്യായം വെച്ചാൽ ഐ ഹാവ് ദ പ്രൂഫ്, നിങ്ങൾക്ക് എന്ത് ലോ അറിയാം, അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കുറെ നേരം ഉണ്ടായിരുന്നിട്ട് ഞാൻ ചോദിച്ചു, ചേട്ടാ ഒരു കോർട്ടിലെ കേസ് നല്ല നിലയിൽ 1% ചാൻസ് ഉണ്ടാക്കി തരാൻ പറ്റുമല്ലേ നോക്കാൻ? അതുണ്ട്. ഞാൻ പറഞ്ഞു മതി, ആ 1% സംഭവിക്കുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ടിനിയുടെ വക്കീലിനെ വിളിച്ചു. ടിനി എന്നോട് ഒത്തുതീർപ്പാക്കണം എന്ന് കരഞ്ഞ് ടിനിയുടെ ഭാര്യ വിളിച്ച് കരഞ്ഞിട്ടാണ് ഞാൻ ടിനിയുടെ വക്കീലിനെ വിളിക്കുന്നത്. ടിനി കോൺകോളിലാണ്. ടിനിയുടെ വക്കീലിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അൻസിബയുടെ വക്കീലിനോട് ഞാൻ സംസാരിച്ചു, ഇവർ ഒത്തുതീർപ്പാക്കാൻ റെഡിയാണ് പറഞ്ഞപ്പോ ടിനിയുടെ വക്കീൽ പറഞ്ഞു, അൻസിബ ഈ മേലാൽ എവിടെയും ടിനി ടോമിനെ പറ്റി ഞാൻ അനാവശ്യം പറയില്ല എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കണമെന്ന്. നടക്കുന്ന കാര്യമാണേ. അൻസിബ ടിനി മാപ്പ് പറയണം എന്ന് പറഞ്ഞപ്പോ ഞാൻ അൻസിബയോട് പറഞ്ഞു, ടിനി മാപ്പ് പറയില്ല, പറഞ്ഞ അവൻ ചെയ്തു എന്നായി പോകും. ഇത് അറിയാണ്ട് എനിക്ക്, കാരണം ടിനി പബ്ലിക്കായിട്ട് മാപ്പ് പറയണമെന്ന് എന്നോട് അൻസിബ പറഞ്ഞപ്പോ ഞാൻ അൻസിബയോട് പറഞ്ഞു, അൻസിബ അങ്ങനെ പറയരുത്, അങ്ങനെ പറഞ്ഞിട്ട് അവൻ ചെയ്തു എന്നതിന്റെ അർത്ഥം. അങ്ങനെ ചെയ്തു എന്നാണെങ്കിൽ പിന്നെ അൻസിബയ്ക്ക് കേസില്ലെങ്കിൽ പോലും ഈ സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്താൻ നോക്കിയെന്നും പറഞ്ഞ് ആർക്കും വേണേ കേസെടുക്കാൻ പറ്റും ഇതിനെതിരെ, സ്വമേധയാ കേസെടുക്കാം. അപ്പൊ അതുകൊണ്ട് അവരത് പറയില്ല എന്ന് ഞാൻ പറഞ്ഞ ഈ കഥ ടിനിക്കറിയാം. ഈ കഥ അറിയാവുന്ന ടിനി ടോം ഇത്രയും ഒത്തുതീർപ്പാക്കണം പറഞ്ഞ ടിനി ടോമിന്റെ വക്കീൽ പറയാം, അൻസിബ ഒരു പേപ്പറിൽ എഴുതി കൊടുക്കണം, ഇത് ഞാൻ അൻസിബയോട് പറഞ്ഞിട്ട് പറഞ്ഞു ഇത് ചെയ്യണ്ട എന്ന് പറഞ്ഞ അൻസിബ പറഞ്ഞു, അങ്ങനെ കാര്യം ചെയ്യുക ചേട്ടാ, മമ്മൂട്ടിയുടെയോ മോഹൻലാലിന്റെയോ അമ്മയുടെ സാന്നിധ്യത്തിൽ, അതുപോലെ എനിക്ക് വിശ്വാസമുള്ള ഒരാളുടെ സാന്നിധ്യത്തിൽ അമ്മയുടെ ഓഫീസിൽ വെച്ച് നമുക്ക് ഇത് ചെയ്തു തീർക്കാം, ഒത്തുതീർപ്പാക്കാന്ന് പറഞ്ഞു. അൻസിബ പറഞ്ഞു ഒത്തുതീർപ്പാക്കാം. ഞാൻ നോക്കുമ്പോ മോഹൻലാൽ ജർമ്മനിയിൽ ചെന്നൈയിലുമാണ്. 2 ദിവസം ആകാന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് മിനിഞ്ഞാന്ന് വീണ്ടും ടൈമായി. കോടതി വിളിക്കുമല്ലോ ദിവസങ്ങളിൽ, ഫയൽ ചെയ്തിട്ടേക്കുമല്ലേ. അൻസിബ ഇന്നലെ കൊണ്ടുപോയി അതും കൂടെ കേസാക്കി. ടിനി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അതെന്താ നിങ്ങൾ അന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി? ഞാൻ പറഞ്ഞു, ചേട്ടാ അന്ന് ഞാനത് എങ്ങനെയെങ്കിലും തീർക്കാൻ പോകുമ്പോ നിങ്ങളുടെ വക്കീലാണോ പറഞ്ഞ അൻസിബ എഴുതി ഒപ്പിട്ട് തന്നോന്ന്? എവിടെയെങ്കിലും കൊണ്ടൊരു പേപ്പറിൽ ഞങ്ങൾക്ക് രണ്ടിനും അങ്ങോട്ടും ഇങ്ങോട്ടും പരാതിയില്ല എന്ന് ഒപ്പിടുന്നതിന് പകരം ഈ വക്കീലന്മാർക്ക് സെലിബ്രിറ്റി കേസ് കിട്ടിയത് അവർ വിടില്ല, ആഘോഷിക്കും. ഇത് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊരു മാന്യത കൊണ്ടും സന്തോഷം കൊണ്ടും നിങ്ങൾ ടിനിയെ പബ്ലിക്കായിട്ട് സപ്പോർട്ട് ചെയ്ത ആളാണ്. നിങ്ങള് ഏതോ പറഞ്ഞിട്ടില്ലേ? ഇല്ല. അപ്പൊ ഇത് നീനാക്കുറിപ്പ് ഇറക്കിയ നീനാക്കുറിപ്പ് ഇറക്കിയതാ. ഒരു കാരണവശാലും ഞാൻ ടിനി ടോമിനെ എതിരായിട്ടോ സപ്പോർട്ട് ചെയ്തിട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല. ടിനി ടോം എന്റെ വിഷയമേ അല്ല. അപ്പൊ എനിക്ക് കണ്ടില്ല. അല്ല, അപ്പോ ഞാൻ പറയാം, ഞാനിത് ഒരു വശത്ത് ഞാനൊരു വശത്തുനിന്ന് ഷാമിക്കുട്ടനെ വിളിച്ചു. ലക്ഷ്മി പ്രിയ ഇന്നലെ എന്നെ വിളിച്ചിട്ട് എന്ന് പറഞ്ഞ പെണ്ണിന്റെ കൂട്ടത്തിൽ ദുബായി പോയ കഥയും മറ്റേതും മറിച്ചതായിട്ട് ഞാൻ ആത്മഹത്യക്ക് ശ്രമിക്കാൻ പോയെന്നും പറഞ്ഞ് ലക്ഷ്മി പ്രിയ നിൽക്കുന്നു. അൻസിബ സംസാരിക്കണം. ഞാൻ ഇതെല്ലാം ഒരു സൈഡിൽ കൂടെ നീക്കി പിടിക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാം വെച്ച് എന്റെ ഒരു അനുഭവം വെച്ചിട്ട്